വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി സ്വദേശികളാണ് അറസ്റ്റിലായത്. KSU ജൻസി കണക്ട് യാത്ര പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു, എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡ് പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. ലോഗോ പ്രകാശനം നടന്നു. ആമയൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്തകൾ വിശദമായി. മാംഗ്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി സ്വദേശികളാണ് അറസ്റ്റിലായത്. പുത്തൂരിൽ 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി ചാർമാടിയിലെ P. റഫീഖ്, അബ്ദുൾ സാദിഖ് എന്നിവരെയാണ് പുത്തൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വാഹനങ്ങളിലായി കടത്തുകയായിരുന്ന കഞ്ചാവുമായാണ് ഇവർ പിടിയിലായത്. വാഹനത്തിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പടുവണ്ണൂർ സജൻകഴിയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ റഫീഖ് ഓടിച്ചിരുന്ന കാറിനുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ നിറച്ച 100 ഗ്രാം ഭാരമുള്ള കഞ്ചാവിലകൾ, പൂക്കൾ, വിത്തുകൾ എന്നിവ കണ്ടെത്തി. സാദിഖ് സഞ്ചരിച്ചിരുന്ന ചരക്ക് വാഹനം പരിശോധിച്ചപ്പോൾ 106 കിലോയും 60 ഗ്രാമും ഭാരമുള്ള 73 കെട്ടുകൾ കഞ്ചാവുകൾ കണ്ടെടുത്തു. പിടിച്ചെടുത്ത കഞ്ചാവിന് 53 ലക്ഷത്തോളം രൂപ വില വരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലയ്ക്ക് പുറമെ കേരളത്തിലേക്കും വിൽപ്പനയ്ക്കായി കഞ്ചാവ് കടത്തുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കഞ്ചാവ് കടത്തിനായി ഉപയോഗിച്ച 2 വാഹനങ്ങളും 2 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, പുത്തൂർ. KSU ജേഴ്സി കണക്ട് യാത്രാ പര്യടനം ആരംഭിച്ചു. ദളിത് റിസോർട്ടിലെ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥിനി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസി വിഭാഗത്തിന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജൻസി കണക്ട് യാത്ര കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് IT ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ജോലി സംരംഭങ്ങളെ നമ്മൾ നന്നാക്കിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇതിന് എന്ത് പോളിസിയാണ് യൂണിയൻ ഗവൺമെന്റ് ഉള്ളത്? ഇതിനെന്ത് പോളിസിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളത്? ചിലരെല്ലാവരും പറയും, പ്രസംഗിക്കുന്നു, ഞാനല്ലോ ഡ്രഗ് മനസ്സിനെതിരായിട്ട് പ്രസംഗിക്കുന്നു. കേരളം ഏറ്റവും വലിയ ഡ്രഗ് മനസ്സിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന സ്റ്റേറ്റായി മാറി. വൈ? വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നിടത്ത് പരാജയപ്പെടുമ്പോഴാണ് അവർ ഇതിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് UDF ഇപ്രാവശ്യം എടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ബി ഫ്രാങ്ക് വിത്ത് യു. ജൻസി വിഭാഗത്തിന്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്ന UDF സർക്കാരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു. കണ്ണൻ ഗോപിനാഥൻ ബ്രെയിൻ ഡ്രെയിൻ എന്ന വിഷയത്തിൽ സംസാരിച്ചു. എഴുത്തുകാരൻ ഷാരിസ് മുഹമ്മദും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷമാസ്,
യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി തൗഫീഖ് രാജൻ, റഹ്മത്തുള്ള, പ്രവാസ് ഉണ്ണിയാടൻ, ജവാദ് പുത്തൂർ, നിതിൻ മണക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു, എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡിനോട് പറഞ്ഞു. NDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. അല്ല, ഈ പ്രതിപക്ഷ നേതാവിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയും എന്നുള്ള വലിയ ദൗത്യത്തിൽ ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ്ണ കേസിന്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ. ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് ഞാൻ കോൺഗ്രസിന്റെയും UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെയും UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഇത് ചോദിച്ചു, ഒരു മന്ത്രി നടത്തിയ പ്രസ്ഥാനം കാസർഗോഡിനെ പോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം മേലാങ്കോട്ട് AK നാരായണൻ നഗറിൽ നടന്നു. പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമായി. CITU ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ശ്രദ്ധേയമായ ഒരു പരിപാടി നടന്നു. സിറ്റി ചാനലിൽ അതിൻ്റെ വാർത്ത കണ്ടു. ഞങ്ങളുടെ കൂട്ട ഓട്ടം ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് മുതൽ മാന്തോപ്പ് മൈതാനം വരെ നിങ്ങൾ ഓടുന്ന, അതൊരു വെറും ഓട്ടമല്ല, പ്രതിഷേധം. നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തോടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം അതിൻ്റെ രൂപമായിട്ടാണ് നിങ്ങൾ ആ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. RK സുധീഷ് അധ്യക്ഷത വഹിച്ചു. P. രാജേഷ് രക്തസാക്ഷി പ്രമേയവും C. മനീഷ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M. ജയൻ പ്രവർത്തന റിപ്പോർട്ടും BM ബാബുരാജൻ വരവ് ചെലവ് കണക്കും KV ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. A. സുധാകരൻ, K. വിനോദ്, S. ഗോവിന്ദരാജ്, B. സുപ്രിയ എന്നിവർ സംസാരിച്ചു. A. രാജു പൊതുചർച്ചയ്ക്കുള്ള മറുപടി പറഞ്ഞു. PV ശ്വേത സ്വാഗതവും PK പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSBU ജില്ലാ കമ്മിറ്റി വെൽഫെയർ മീറ്റും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ മീറ്റും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. IT വെൽഫെയർ കേരള ഷോപ്സ് ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു.
ലേബർ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അത് പരിഹരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് തൊഴിൽ നൈപുണ്യ വകുപ്പ് ഇങ്ങനെ ഓഫീസേഴ്സിനെ ഞാനായിരിക്കണമെന്നില്ല, പിന്നീട് വേറൊരാളായിരിക്കാം, ആരായാലും നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു, അത് ചിലപ്പോൾ കൂലി പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അവിടെ നിന്ന് വേറെന്തെങ്കിലുള്ള തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സംഘടനാ തലത്തിലൂടെ തന്നെ പോവുക. അതിന്റെ ഒരു ബലം വേറെ തന്നെയാണ്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം തൊട്ട് ഞാൻ പറയുന്നതാണ്. സംഘടനകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബലം ഓഫീസുകളിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് അത് ലഭ്യമാകും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ സംഘടനകളിലൂടെ നടക്കട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. സർക്കാർ ക്ഷേമ പദ്ധതികൾ തൊഴിൽ മേഖലയ്ക്ക് ആശ്വാസകരമെന്ന് അബ്ദുൾ സലാം അഭിപ്രായപ്പെട്ടു. അലാമിപ്പള്ളി ബാലാജി റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ KSBU ജില്ലാ പ്രസിഡന്റ് സനീഷ് കുറുഞ്ചേരി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ID കാർഡ് വിതരണം നടത്തി. KSBU ജില്ലാ സെക്രട്ടറി KS ശിവദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ N പ്രമോദ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഹൈഡ്രാഫേഷ്യൽ പരിശീലന ക്ലാസ് നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജലീൽ തളങ്കര ക്ലാസ് കൈകാര്യം ചെയ്തു. അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാലിറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ കിടപ്പു രോഗികൾക്ക് ഡയപ്പറും റേഡിയോയും കൈമാറി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിയ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ഡയപ്പറും റേഡിയോയും കൈമാറി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിന്നും ആഗ്രഹിക്കുന്നത്, ഒരു പൗരനിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതായിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ P സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മിനി, വാർഡ് മെമ്പർ ഉഷ, ഹെൽത്ത് സൂപ്പർവൈസർ ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ, ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ A വിപുല റാണി, PTA പ്രസിഡന്റ് സത്യൻ, പാലിയേറ്റീവ് നഴ്സ് വാസന്തി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെരഞ്ഞെടുപ്പ് തോറ്റ വെപ്രാളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് KC വേണുഗോപാൽ. പുതുമയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് തോറ്റ വെപ്രാളത്തിൽ CPM വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും വെപ്രാളം മനസ്സിലാകുമെന്നും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജൻസി കണക്ട് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അപമാനമല്ലേ കേരളത്തിന് ഇത്തരം? ഇങ്ങനെയാണോ കേരളത്തിൽ ജനങ്ങളെ കാണേണ്ടത്? വളരെ അപമാനകരമായ പ്രസ്താവനയല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന. അത് ഒരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ കൂട്ട് പൂജിക്കുക, താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി, സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമാണ് എല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചേരിതിരിലേക്ക് തിരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളിക്കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ്. തീക്കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല, ജനം വിഡ്ഢികളല്ല, ജനത്തിന് മനസ്സിലാവും. അവസാന ദിവസമാകുമ്പോൾ തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പം എല്ലാം തോറ്റുപോകുമെന്ന് മനസ്സിലാവുമ്പോൾ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഈ വെപ്രാളത്തിൽ നിന്നുണ്ടായത് ഇതെല്ലാം. ഇന്നിപ്പോൾ പറയും ഗവർണറുടെ പ്രസംഗം. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു. അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്ത ആളല്ലേ ഒത്തുതീർപ്പിൽ. പാർട്ടി പോലും അറിയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യ ശീതസമരം, പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും, ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങൾ സ്വീകരിക്കുക. എന്തൊരു ഐക്യമായിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ഭരണഘടനയ്ക്കെതിരായ പ്രസംഗത്തെ തുടർന്ന് ഒരാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഓർമ്മ വേണം. ഭരണഘടനാ ലംഘനം നടത്തിയതിനാൽ മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടെങ്കിൽ സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങണം. മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
എല്ലാ സംഘടനകളെയും ബഹുമാനിക്കുന്നുവെന്നും അവരെ മാറ്റി നിർത്തി കേരളത്തിലൊരു സമൂഹമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തോട് KC വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ല. സർക്കാരിനെതിരായ വിഷയങ്ങളെ മാറ്റിമറിക്കാൻ തയ്യാറാവില്ല. ആരുടെയെങ്കിലും പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ. ഉലമ ഉമറ ബന്ധം പൈതൃക വഴികൾ വിസ്മരിക്കരുതെന്ന് അബ്ദുൾ റഹ്മാൻ കല്ലായി. സുന്നി മഹൽ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത പ്രതിസന്ധികൾ നേരിടുമ്പോഴൊക്കെ സമസ്തയുടെ നേതൃനിരയിലുണ്ടായിരുന്ന മഹാപണ്ഡിത വര്യന്മാർ സദാത്യങ്ങളെയും ഉമറാക്കളെയും ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് സമസ്തയ്ക്ക് ഇന്ന് കാണുന്ന കെട്ടുറപ്പും നേട്ടവും ഉണ്ടായതെന്ന കാര്യം ആരും വിസ്മരിക്കരുതെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്നു എന്നത് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ അത്യുജ്വലമായൊരു അധ്യായമാണ്. ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ചിട്ടയൊത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായി SMFന്റെ നേതൃത്വത്തിലുള്ള മഹല്ല് സാരഥികളുടെ സംഘവും, ഞാനിപ്പോൾ പേര് പറയാതിരുന്നത് ബോധവുമാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ തന്നെ അവിടെയുള്ളത്. എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ കഴിയില്ല. നേതൃസംഘമോ അല്ലെ? പക്ഷേ നേതൃസംഘമോ അപ്പോ നേതാക്കന്മാരെ ഇവിടെ കൂടുതൽ. ഞാനിവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു, കാഞ്ഞങ്ങാട് ഞാൻ വളരെയേറെ ബന്ധമുള്ള ഒരു പ്രദേശമാണ്. വളരെ പഴയ കാലത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. അന്ന് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എൻ്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തത് കാഞ്ഞങ്ങാട്. ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുന്ന് മറ്റു മേഖലകളിൽ പോയി പ്രസംഗിക്കാൻ. ഷംസുൽ ഉലമ അടക്കമുള്ള സമസ്തയുടെ മഹാരഥന്മാർ പാണക്കാട് സദാത്യങ്ങൾക്ക് നൽകിയ ആദരവും സ്വീകാര്യതയും കേരള മുസ്ലിം ഉമ്മത്തിനെ സമസ്തയുടെ പിന്നിൽ അണിനിരത്തിയതിന്റെ പ്രധാന ഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുന്നി മഹൽ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമറ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ SMF സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് A. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ പ്രാർത്ഥന നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി APP കുഞ്ഞാമത് ഹാജി തൃക്കരിപ്പൂർ ആമുഖം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി CT അബ്ദുൽ ഖാദർ ഹാജി തൃക്കരിപ്പൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന മസ്ലഹത്ത് സമിതി ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹാദിയ ദേശീയ പ്രസിഡന്റ് ഷർഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് വിഷയാവതരണം നടത്തി. അന്തരിച്ച സമസ്ത ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മൗലവിയുടെ അനുസ്മരണവും ദുആ മജ്ലിസും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തികൊണ്ട് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് കമ്മ്യൂണിറ്റി സെന്റർ സംസ്ഥാന ജനറൽ കൺവീനർ CM ഖാദർ ഹാജി ചെർക്കല, ബഷീർ വെള്ളിക്കോത്ത്, താജുദ്ദീൻ ചെമ്പരിക്ക, C. കുഞ്ഞാമത് ഹാജി പാലക്കി, TCA റഹ്മാൻ, അസീസ് മരിക്ക, അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി, KK അബ്ദുള്ള ഹാജി അതിഞ്ഞാൽ, MK റഷീദ് ആഴങ്ങാടി, EM കുട്ടി ഹാജി നീലേശ്വരം, CH മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര, PK അബ്ദുൽ ഖാദർ ചീമേനി എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ A. ഹമീദ് ഹാജി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര തിരുവോണ മഹോത്സവം ആസ്വാദകരുടെ മനസ്സു കീഴടക്കി ഇരട്ടത്തായമ്പക. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്ര തിരുവോണ മഹോത്സവത്തിൻ്റെയും പ്രതിഷ്ഠാദിന ആഘോഷത്തിൻ്റെയും ഭാഗമായി നടന്ന ഇരട്ടത്തായമ്പക ആസ്വാദക വൃന്ദങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. നീലേശ്വരം സന്തോഷ് മാരാർ, കലാനിലയം സതീശൻ എന്നിവർ ചേർന്നാണ് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര തിരുസന്നിധിയിൽ ഇരട്ടത്തായമ്പക അവതരിപ്പിച്ചത്.
ബിജു മടിയൻ, വിവേക് പുല്ലൂർ, വൈഷ്ണവ് നീലേശ്വരം എന്നിവർ വലന്തലയും, അഭിലാഷ് നീലേശ്വരം, അബി വാഴുന്നാറടി എന്നിവർ ഇടംതലയും, അജയ് നീലേശ്വരം എന്നിവർ താളവും കൈകാര്യം ചെയ്തു. തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലി എഴുന്നള്ളത്ത്, പഞ്ചവാദ്യം, മേളം, തിടമ്പ് നൃത്തം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുടി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് 24-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 2026 ജനുവരി 24 മുതൽ 26 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ജനുവരി 24-ന് പുതിയ കണ്ടം കിഴക്കേ വെള്ളിക്കോത്ത് പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര, തുടർന്ന് തെയ്യം കൂടൽ, തൊണ്ടച്ചൻ തെയ്യം, കാപ്പാളത്തിയമ്മ, കുഞ്ഞിക്കോരച്ചൻ തെയ്യം, കുപ്പേ പഞ്ചുരുളി, അണ്ണപ്പ പഞ്ചുരുളി, പുലിച്ചാമുണ്ടി തെയ്യങ്ങളുടെ തുടങ്ങൽ, തുടർന്ന് കുപ്പേ പഞ്ചുരുളി, അണ്ണപ്പ പഞ്ചുരുളി, കല്ലുരുട്ടി തെയ്യങ്ങളുടെ പുറപ്പാട്, തുടർന്ന് മേലേരിക്ക് അഗ്നിപകരൽ. 2012-ലാണ് നാട്ടുകാരുടെ പരിപൂർണമായ സഹായ സഹകരണങ്ങളോടുകൂടി ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. സാധാരണ അന്യാധീനപ്പെട്ടുപോയ ഒരു കാവായിരുന്നു അടിയാർക്കാവ്. ആ കാവിനിപ്പോൾ 42 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിലാണ് ഇപ്പോൾ കാവിൻ്റെ 13 തറകളിലായിട്ട് 20 ദേവക്കോലങ്ങളെ ആരൂഢ തറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ നിർമ്മാണത്തിന് ശേഷം 3 കളിയാട്ടങ്ങൾ നടന്നു. പിന്നീട് അവിടെ നടക്കുന്ന ചില ആചാരങ്ങളിൽ വ്യത്യസ്തത വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്വർണ്ണ പ്രശ്നചിന്ത നടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു കളിയാട്ടം എത്രയും വേഗം നടത്തുന്നെന്നുള്ള പ്രശ്നചിന്ത കണ്ടത്. ശനിയാഴ്ച രാവിലെ ഉത്സവത്തിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ്. അത് അതിയാമ്പൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു. രാവിലെ 9 മണിക്ക്. ഒരു പ്രത്യേകത, നമ്മുടെ വിശ്വശില്പി കാനായി കുഞ്ഞിരാമട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പൊതുപരിപാടിയിൽ അന്നത്തെ ദിവസം ആ കലവറ നിറക്കൽ ഘോഷയാത്രയിൽ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് ആ പരിപാടിയെ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹവും കൂടെ ഉണ്ടാവും. പിന്നെ ആ കലവറ നിറക്കൽ ഘോഷയാത്ര എല്ലാ വാദ്യമേളങ്ങളോടും കൂടിയിട്ട് മൊട്ടമ്മൽ തറവാടിലേക്ക് എത്തിച്ചേരുന്നു. ജനുവരി 25-ന് പുലർച്ചെ 2 മണിക്ക് പുലിച്ചാമുണ്ടി തെയ്യത്തിന്റെ അഗ്നിപ്രവേശം, പുലർച്ചെ 4 മണിക്ക് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്, തുടർന്ന് കുറത്തിയമ്മ, പേത്താളൻ, പരതാളി, തൂവക്കാളി, കാട്ടുമടന്ത, മന്ത്രഗുളികൻ തെയ്യങ്ങളുടെ പ്രവേശം, തുടർന്ന് വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പന്നിക്കൂർ ചാമുണ്ടി, പൊട്ടൻ തെയ്യം എന്നീ തെയ്യങ്ങളുടെ കൊടിയില പിടിക്കൽ. രാത്രി 9 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം. ജനുവരി 26-ന് പുലർച്ചെ 2 മണിക്ക് പൊട്ടൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് 9 മണിക്ക് രക്തചാമുണ്ടി, പന്നിക്കൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങളുടെ പുറപ്പാട്. വൈകുന്നേരം 6 മണിക്ക് വിളക്കിലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ, വർക്കിംഗ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, ജനറൽ സെക്രട്ടറി രമേശൻ പുതിയകണ്ഠം, അടിയാർക്കാവ് തറവാട്ടംഗങ്ങളായ ഭാസ്കരൻ കല്യാൺ റോഡ്, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, മുരളി കല്യാൺ റോഡ്, രക്ഷാധികാരികളായ KV ചന്തു കാവുങ്കാൽ, നാരായണൻ കൊള്ളിക്കാട്, രാമചന്ദ്രൻ പാതിരിക്കുന്ന്, അന്നദാന സമിതി ചെയർമാൻ ഭരതൻ കണ്ടത്തിൽ, മരാമത്ത് സമിതി ചെയർമാൻ കൃഷ്ണൻ പെരളം, സാമ്പത്തിക സമിതി ചെയർമാൻ മോഹൻദാസ് കാവുങ്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാക്കരങ്കോട് ധർമ്മശാസ്ത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും നാഗപ്രതിഷ്ഠാ ദിനവും കലവറ നിറക്കൽ ഘോഷയാത്രയും നടന്നു. മാക്കരങ്കോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും നാഗപ്രതിഷ്ഠാ ദിനവും വിവിധ പരിപാടികളോടെ നടന്നു. ഉത്സവ ആഘോഷത്തിന് മുന്നോടിയായി വനിതകളുടെ വാദ്യമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വാരിക്കാട്ടില്ലം അരയാത്തറക്കാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ട് മാക്കരങ്കോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു.
തുടർന്ന് അക്ഷര ശ്ലോക സദസ്സും നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം ദീപാരാധന, ശുദ്ധിക്രിയകൾ, അത്താഴ പൂജ എന്നിവയും രാത്രി പ്രതിഭ ചങ്ങനാശ്ശേരിയുടെ കുട്ടിച്ചാത്തൻ എന്ന നാടകവും അരങ്ങേറി. ഐതിഹ്യ പെരുമയുള്ള മാക്കരങ്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും അതേപോലെ തന്നെ നാഗ പ്രതിഷ്ഠാ ദിനവും ഇന്നും നാളെയായിട്ട് നടത്തപ്പെടുകയാണ്. പൂജാതി കർമ്മങ്ങളും അതേപോലെ തന്നെ കലാപരിപാടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് അന്നദാനം നൽകുന്നുണ്ട്. നാളെയും അന്നദാനമുണ്ട്. വിവിധ കലാപരിപാടികളുണ്ട്. ഇപ്പോൾ അക്ഷരശ്ലോകം നടക്കാൻ വേണ്ടി പോവുകയാണ്. കരുവള്ളൂർ വനമാല അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോകം ഏതാനും നിമിഷങ്ങൾക്കകം നടക്കും. ജനുവരി 22-ന് വിവിധ പൂജാവിധികളും സർവൈശ്വര്യ വിളക്ക് പൂജയും സർപ്പ ദുരിതകർമ്മങ്ങളും തായമ്പകയും തിടമ്പ് നൃത്തവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. 106 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ബെൽത്തങ്ങാടി സ്വദേശികളാണ് അറസ്റ്റിലായത്. KSU ജൻസി കണക്ട് യാത്ര പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു, എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോട്ട് പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. ലോഗോ പ്രകാശനം നടന്നു. ആമയൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.